ഹലോ, ഈ ഒരു പ്രോബ്ലം കണ്ടോ? ഇത് സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെയാണ്, ഇതൊരു ഹോമോജീനിയസ് തന്നെയാണ്. റൈറ്റിൽ 0 ആണ്, ബട്ട് നമുക്ക് എക്സ്ട്രാ 2 കണ്ടീഷൻ കൂടിയുണ്ട്. y0 = 4, y'0 = -5. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ റൂട്ട് കണ്ടുപിടിക്കുക, ദെൻ അതിൻ്റെ h എഴുതുക. അതിന് ശേഷമാണ് നമ്മൾ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. റൂട്ട് 1 - 2 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ നമ്മുടെ ഫസ്റ്റ് റോ, ടേബിളിലെ ഫസ്റ്റ് റോ ടേബിൾ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് m1 m2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ c1 e(m1x) + c2 e(m2x) എന്നാണ് സൊല്യൂഷൻ എഴുതുക. അങ്ങനെ ഫസ്റ്റ് കണ്ടീഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് y0 = 4 ആണ്. അതായത് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സംഭവം എക്സിൻ്റെ വാല്യൂ ആണ്. വെൻ x = 0 implies y = 4. അങ്ങനെ നമ്മൾ എക്സിനൊക്കെ 0 കൊടുത്തു. നമ്മുടെ സൊല്യൂഷൻ ഇതല്ലേ. ഇവിടെ എക്സിനും 0 കൊടുത്തു, വൈക്ക് നമ്മൾ 4ഉം കൊടുത്തു. ഒരു ഇക്വേഷനായിട്ട് കിട്ടി. c1 + c2 = 4. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കൊരു കണ്ടീഷൻ കൂടി ഉണ്ടല്ലോ. അടുത്ത കണ്ടീഷൻ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കി, y'0 = -5 ആണ്. ഓക്കെ, അപ്പോൾ y' ആണ്, ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ y'0 = -5 വരുമ്പോൾ വെൻ x = 0 ഇംപ്ലൈസ് y' = -5. ഡെറിവേറ്റീവ് എടുക്കണം, നമ്മുടെ സൊല്യൂഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഇവിടെ y', ഇവിടെ c1 e(x)ൻ്റെ ഡെറിവേറ്റീവ് e(x). ഇനി ഇവിടെ നോക്കിയേ, c2 കോൺസ്റ്റൻറ്റും e(-2x)ൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം d/dx ഓഫ് e(ax) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e(ax) ആണ്. ഓക്കെ, അത് വെച്ചിട്ട് -2 e(-2x). ദെൻ ഇനി നമുക്ക് വാല്യൂസ് കൊടുത്താൽ മതി. എക്സിന് 0 കൊടുക്കുക, y'-ന് -5 കൊടുക്കുക. അങ്ങനെ അടുത്തൊരു ഇക്വേഷൻ കൂടി കിട്ടി. അപ്പോൾ ഇക്വേഷൻ 1, ഇക്വേഷൻ 2 ഇക്വേറ്റ് ചെയ്ത് c1 c2 കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് c1ന് ഒരേ കോയിഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ 1 - 2 കൊടുത്തു കഴിഞ്ഞാൽ c1 കട്ടായി പോയിട്ട് c2 3 എന്ന് കിട്ടും. ഈ കിട്ടിയ c2 = 3 എന്നുള്ള വാല്യൂ ഏതേലും ഇക്വേഷനിൽ കൊടുക്കുക. നമ്മൾ ഇക്വേഷൻ 1ലാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ കൊടുത്ത് നമുക്ക് c1 കിട്ടി. സോ ഇനി ഈ c1 c2 നമ്മുടെ ഫൈനൽ ആൻസർ ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, അവിടെ അങ്ങ് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി, ഫൈനൽ ആൻസറായി. അങ്ങനെ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = 1 e(x) + 3 e(-2x). Thank you.